ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്, നമ്മുടെ ബ്യൂട്ടി സെഗ്മെൻറ്റിൻ്റെ ദിവസമാണെന്ന്. പക്ഷേ ഓണക്കാലമല്ലേ, അപ്പോൾ ഓണക്കാലത്തിൻ്റെ ഇടയ്ക്ക് ഞാൻ ഇനി ബ്യൂട്ടി സെഗ്മെൻറ്റുമായിട്ട് വരുന്നത് ശരിയാണോ എന്ന് നിങ്ങളിൽ കുറച്ച് പേരെങ്കിലും വിചാരിക്കുന്നുണ്ടാവും അല്ലേ. ഞാനിങ്ങനെ ഓണ വിഭവങ്ങളൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുകയല്ലേ നമ്മുടെ ഓണം സീരീസ്. അപ്പോൾ നമ്മുടെ ഓണം സീരീസിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഈ ഒരു സെഗ്മെൻറ്റും ചെയ്യുന്നത്. ഇത് ഞാൻ ഈ ഓണം സീരീസിലെ സെറ്റ് മുണ്ടൊക്കെ കൊടുത്തിട്ടാണല്ലോ നിങ്ങളുടെ ഫ്രണ്ടിൽ വരുന്നത് കുക്ക് ചെയ്യാൻ. അപ്പോൾ സാധാരണയിൽ നിന്നും വ്യത്യസ്തമായിട്ട് കുറച്ച് കൂടുതലായിട്ട് ഒരുങ്ങിയാണ് ഇപ്രാവശ്യം ഓണം സീരീസ് ചെയ്തത്. കാരണം കുറച്ച് മേക്കപ്പ് കൂടുതലൊക്കെ ഇട്ടിരുന്നു. കാരണം പുതിയ സെറ്റും മുണ്ടുമൊക്കെ കൂടുതലായിട്ട് യൂസ് ചെയ്തു. തൃശ്ശൂർ പോയിട്ട് അല്ലേ നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. അംബിസ്വാമിയുടെ കിച്ചണിൽ നിന്നാണ് തുടങ്ങിയത്. അപ്പോൾ നമ്മൾ ഗസ്റ്റായിട്ടൊരു സ്ഥലത്ത് പോകുമ്പോൾ കുറച്ചും കൂടിയൊക്കെ ഫോർമലായിട്ട് ഡ്രസ്സ് ചെയ്ത് പോകണമെന്നുണ്ടല്ലോ. അതുകൊണ്ടാണ് നമ്മുടെ വീട്ടിലെ അടുക്കളയിൽ ചെയ്യുമ്പോൾ അത്രയും ഫോർമാലിറ്റിയുടെ ആവശ്യമില്ല, കുറച്ചുകൂടെ കാഷ്വലാകാം. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ കുറച്ച് ഡ്രസ്സ് ചെയ്തത്. അപ്പോൾ എല്ലാവരും കുറേ പേര് എന്നോട് ചോദിച്ചു, ചേച്ചിയുടെ ഓണത്തിൻ്റെ മേക്കപ്പ് ഞാൻ എങ്ങനെയായിരുന്നു ഈ ഓണം സീരീസിന് വേണ്ടി മേക്കപ്പ് ചെയ്തിരുന്നത്, എൻ്റെ ഫേസിൽ എന്തൊക്കെയാണ് ആ രീതിയിൽ ഞാൻ മേക്കപ്പ് ചെയ്തത് എന്ത് വെച്ചിട്ടാണ് എങ്ങനെ. അപ്പോൾ എൻ്റെ ഒരു മേക്കപ്പ് എന്ന് പറയുന്നത് ഞാൻ മോസ്റ്റ്ലി ഉപയോഗിക്കുന്നത് മാക്കിൻ്റെ പ്രോഡക്റ്റ്സാണ്. മാക്ക് കുറച്ച് എക്സ്പെൻസീവാണ്, പക്ഷേ നമുക്ക് അഫോർഡബിളാണ്. വാങ്ങിച്ച് വെച്ചാൽ കുറേ നാളത്തേക്ക് പറ്റുമല്ലോ. പിന്നെ സ്കിന്നിന് വലിയ കുഴപ്പമില്ല. അത് കാരണം വർഷങ്ങളായിട്ട് ഞാനിപ്പോൾ മാക്കിൻ്റെ പ്രോഡക്റ്റ്സാണ് ഉപയോഗിക്കും. പിന്നെ എല്ലാവരും മേക്കപ്പ് ചെയ്യുന്ന പോലെ ആ ഒരു പ്രോട്ടോക്കോളിലൊന്നും അല്ല ഞാൻ ചെയ്യുന്നത്. ചില സമയത്ത് ഫൗണ്ടേഷനൊക്കെ ഇട്ട് ചെയ്യും, ചിലപ്പോൾ വെറുതെ കൺസീലറും കോമ്പാക്റ്റും മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ. അപ്പോൾ ഇങ്ങനെ എൻ്റെ സൗകര്യം പോലെയാണ്. ഞാൻ 5 മിനിറ്റിലും 10 മിനിറ്റിലും മേക്കപ്പ് ചെയ്ത് ഇറങ്ങുന്ന ആളാണ്. ചില സമയത്ത് ചിലപ്പോൾ 20 മിനിറ്റിലും മേക്കപ്പ് ചെയ്യും. എന്നാലും ഒരുപാട് സമയമൊന്നും എനിക്ക് ആവശ്യമില്ല. ഈ ഒരു ഓണം സീരീസിന് വേണ്ടി തൃശ്ശൂർ പോയ സമയത്ത് ഞാൻ നന്നായിട്ട് ഒരുങ്ങിയാണ് പോയത്. അതിന് കുറച്ചുകൂടി കൂടുതലായിട്ട് ടൈം എടുത്ത് ചെയ്തു. ഓക്കെ, അപ്പോൾ ആ ഒരു മേക്കപ്പ് തന്നെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാൻ എങ്ങനെയാണ് ഓണം സീരീസിന് വേണ്ടി മേക്കപ്പ് ചെയ്തത്, ഓക്കെ, ഡ്രസ്സ് ചെയ്തൊക്കെ പോയത്. അപ്പോൾ ആദ്യം ചെയ്യുന്നത് മുഖമൊക്കെ നല്ല ക്ലീൻ ആയിട്ട് വാഷ് ചെയ്ത് വയ്ക്കുക. എന്നിട്ട് അത് വാഷ് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത്. എൻ്റെ സ്ഥിരമായിട്ടുള്ള എന്താ പറയുക മോയ്സ്ചറൈസറാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അതൊരു പ്രൈമർ പോലെ ഈ മോയ്സ്ചറൈസർ ഇട്ടിട്ട് മാത്രമേ ഞാൻ മേക്കപ്പ് ഇടാറുള്ളൂ. അപ്പോൾ ആദ്യം മോയ്സ്ചറൈസർ ഇച്ചിരി കാര്യമായിട്ട് പുരട്ടണം. ഇത് ഞാൻ എലോക്സിൻ്റെ മോയ്സ്ചറൈസറാണ് ഉപയോഗിക്കുന്നത്. ഇത് അധികം പേർക്ക് കിട്ടുന്നില്ല എന്നുള്ള നല്ല പരാതിയുണ്ട്. കാരണം ഇത് ട്രിവാൻഡ്രത്തുള്ള ഒരു സ്കിൻ ക്ലിനിക്കിൽ നിന്നാണ് ഞാൻ വാങ്ങിക്കുന്നത്, അവരുടെ ഫാർമസിയിൽ നിന്നും. അല്ലാതെ ഓപ്പൺ മാർക്കറ്റിൽ ഓൺലൈനായിട്ടൊന്നും കിട്ടില്ല. നല്ല കാര്യമാണ് പക്ഷേ കിട്ടുകയാണെങ്കിൽ. അപ്പോൾ ട്രിവാൻഡ്രത്തുള്ളവർക്കാണെങ്കിൽ കുഴപ്പമില്ല. ഞാൻ വേണമെങ്കിൽ ഒരു കാര്യം ചെയ്യാം, ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആ ഡോക്ടറിൻ്റെ ക്ലിനിക്കിൻ്റെ നമ്പർ കൊടുക്കാം. ഓക്കെ, നിങ്ങൾ വേണമെങ്കിൽ ഫോണിൽ വിളിച്ചിട്ട് ഓൺലൈൻ അവരിങ്ങനെ കൊറിയറിൽ അയച്ചു തരുമെന്ന് ചോദിക്കും. അതൊരു കാര്യം. പിന്നെ രണ്ടാമത്തെ കാര്യം, ഇനി ഇത് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ, ഓക്കെ, ഇത് ഇല്ലയെന്നുണ്ടെങ്കിലും ഇത് എല്ലാ സ്കിൻ ടൈപ്പിനും പറ്റിയാണ്. ഇതുപോലെ തന്നെ എല്ലാ സ്കിൻ ടൈപ്പിനും പറ്റുന്ന ഒരു മോയ്സ്ചറൈസറാണ് ഇവിയോൺ എന്ന് പറഞ്ഞ ക്രീം. അത് എല്ലാ മോയ്സ്ചറൈസർ ഇവിയോൺ അത് എല്ലാ മെഡിക്കൽ സ്റ്റോഴ്സിലും കിട്ടും എന്നാണ് പറയുന്നത്. അപ്പോൾ അതൊന്ന് അന്വേഷിക്കുക, അത് വാങ്ങിക്കാം. ഓക്കെ, പിന്നെ നമ്മൾ ഷൂട്ടിന് വേണ്ടിയിട്ടാണെങ്കിലും പിന്നെന്താ പുറത്തേക്ക് പോവുകയാണെങ്കിലും, പുറത്ത് വെയിലുണ്ടാകും, ഷൂട്ടിന് വേണ്ടി പോവുകയാണെങ്കിലും ലൈറ്റ്സ് ഉണ്ടാവുമല്ലോ, ആ ലൈറ്റ്സിൻ്റെയൊക്കെ റേസ് അത്രയും നല്ലതല്ല സ്കിന്നിന്. അതുകൊണ്ട് തന്നെ എപ്പോഴാണെങ്കിലും നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഒരു സൺസ്ക്രീൻ പുരട്ടണം. അപ്പോൾ ഓയിലി സ്കിന്നുള്ള ആൾക്കാരും നോർമൽ സ്കിന്നുകാരും എല്ലാവർക്കും പറ്റിയത് ജെൽ ബേസ്ഡ് ആയിട്ടുള്ള ഒരു സൺസ്ക്രീനാണ്. ഇതിപ്പോൾ ട്രൂ ഡെർമേഡാണ്, ഞാൻ നേരത്തെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് അങ്ങനെ കിട്ടായികയില്ല, ഓൺലൈനും കിട്ടുന്നുണ്ട്. അതും അല്പം പുരട്ടും. മോയ്സ്ചറൈസ് പുരട്ടി കഴിഞ്ഞിട്ട് അതിൻ്റെ മുകളിലാണ് ഞാൻ നമ്മുടെ സൺസ്ക്രീനും പുരട്ടുന്നു. അപ്പോൾ ഈ നെക്ക് പോർഷനിലും ഒക്കെ തേക്കുന്നത് നല്ലതായിരിക്കും. ഇനി ഇതൊരു 2 സെക്കൻഡ്സ് അല്ല, ഇനി ഇതൊരു 1 മിനിറ്റ് വെയിറ്റ് ചെയ്യുക. അപ്പോൾ നന്നായിട്ട് സ്കിന്നിലേക്ക് അത് പിടിക്കും. 1-2 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മേക്കപ്പ് ഇല്ലാതിരിക്കുന്ന മുഖമാണ്. ഒരു മേക്കപ്പും ഇല്ല, സൺസ്ക്രീനും മോയ്സ്ചറൈസറും മാത്രമേ ഉള്ളൂ. ഇനി ഇത് സ്കിന്നിൽ നന്നായിട്ട് പിടിച്ചു കഴിഞ്ഞാൽ നെക്സ്റ്റ് ഞാൻ ചെയ്യുന്ന കാര്യം എന്ന് പറയുന്നത് ഒരു കൺസീലർ ഉപയോഗിക്കുകയാണ്. കൺസീലർ എന്ന് പറയുമ്പോൾ മുഖത്ത് എന്തെങ്കിലും കറുത്ത അടയാളങ്ങൾ, പാടുകൾ മുതലായ കാര്യങ്ങളുണ്ടെങ്കിൽ അത് കൺസീൽ ചെയ്ത് വയ്ക്കും, ഒളിപ്പിച്ച് വയ്ക്കുന്ന കാര്യമാണ്. അപ്പോൾ അതിപ്പോൾ മിക്കവാറും എല്ലാവരുടെ മുഖത്തും എവിടെയെങ്കിലുമൊക്കെ ചെറിയ പിഗ്മെൻറ്റേഷൻ്റെ അടയാളങ്ങളുണ്ടാവും, ചെറിയ കാര, കുത്ത്, എല്ലാം പല പല കാര്യങ്ങളുണ്ടാവും. നെറ്റിയുടെ ഭാഗത്ത് പ്രത്യേകിച്ച് വരുന്നത് ഈ നെറ്റിയുടെ സൈഡ്. എനിക്ക് ഇച്ചിരി നെറ്റിയുടെ ഭാഗത്തുണ്ട്, പിന്നെ ഈ ഭാഗത്തും കുറച്ചുണ്ട്. അപ്പോൾ ചിലർക്കെല്ലാം വളരെ കൂടുതലായിട്ടുണ്ടാവും. പിന്നെ ഈ ചിന്നിൻ്റെ ഭാഗത്തുള്ളവരുണ്ടാവും, മൂക്കിൻ്റെ സൈഡ് ഉണ്ടാകും. എവിടെയൊക്കെ ഉണ്ടോ അതെല്ലാം കൺസീലർ കൊണ്ട് മറയ്ക്കാൻ പറ്റും. അപ്പോൾ ഇതൊക്കെ മറച്ചുകൊണ്ട് നടക്കാൻ പറ്റും. പിന്നെ ഞാൻ ഒരുപാട് DIYs കാണിക്കാറുണ്ട്, ഹോം റെമഡീസ്. അത് ഇത്തരം പാടുകൾ കുറച്ച് കൊണ്ടുവരാനുള്ള കാര്യങ്ങളാണ്.
വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങൾ, ഫേസ് പാക്കുകളും ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടല്ലോ. പിന്നെ ഞാൻ എന്താ പറയുക, നമ്മുടെ സെറം, പല ടൈപ്പ് ഓഫ് അങ്ങനെ ഒരുപാട് കണ്ണിനടിയിൽ പുരട്ടേണ്ട ക്രീംസ്, ഇങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ വീട്ടിൽ തന്നെ ചെയ്ത് എടുക്കുകയാണെങ്കിൽ നമ്മുടെ മുഖത്ത് എവിടെയൊക്കെ എന്തായാലും കുറച്ച് പിഗ്മെൻറ്റേഷനും കറുപ്പ് പാടുകളും ഒക്കെ വരും, എന്താ പറയുക മുഖക്കുരുവൊക്കെ വന്നിട്ട് പോയ പാടൊക്കെ ഉണ്ടാവും. പക്ഷേ അത് കുറേ നമ്മളിങ്ങനെ മേക്കപ്പ് ഒക്കെ ചെയ്യുമ്പോൾ കവർ ചെയ്യാം. അല്ലാണ്ട് വീട്ടിലിങ്ങനെ ട്രീറ്റ്മെൻറ്റ്സ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഇത് കൂടാതിരിക്കുകയും പിന്നെ ഉണ്ടായിരിക്കുന്നത് കുറച്ച് ഡള്ളാക്കി കൊണ്ടുവരികയും ചെയ്യും. അതായത് ആ കറുപ്പിൻ്റെ നിറം കുറഞ്ഞു പറ്റും. അതാണ് ഒരു കാര്യം. ഇത് ഞാൻ സാധാരണയായിട്ട് ഉപയോഗിച്ച് ഏതാണ്ട് പകുതി കൂടുതലായി. പുതിയത് മേടിച്ച് വെച്ചിട്ടുണ്ട്. ഇതെപ്പോഴും അവൈലബിളായിട്ട് എൻ്റെ കയ്യിലുണ്ടാകണം, അതാണ് എനിക്ക് വളരെ പ്രധാനമാണ്. മാക്കിൻ്റെ ഞാൻ യൂസ് ചെയ്യുന്നത് N35 എന്ന് പറയുന്ന ദിസ് ഇസ് മാക്കിൻ്റെ ഒരു ബ്ലാക്ക് ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ നമ്പർ ഈസ് N35. കുറച്ച് ഫെയർ ആയിട്ടുള്ള സ്കിന്നുകാർക്കാണ് N35 ആയിരിക്കും നല്ലത്. ഇച്ചിരി കൂടെ നിറം കുറവാണെങ്കിൽ കുറച്ച് ഡിഫറെൻ്റാണ്, കുറച്ച് കളറിന് മാറ്റം ഉണ്ടാകും. നിങ്ങൾ നോക്കുക, നിങ്ങളുടെ ഈ മാക്കിൻ്റെ പ്രോഡക്ട്സ് മേടിക്കുകയാണെങ്കിൽ അവരുടെ തന്നെ അവിടെ ട്രൈ ഔട്ട് ചെയ്യാനുള്ള സംവിധാനങ്ങളുണ്ട്. അപ്പോൾ നമ്മുടെ സ്കിന്നിൻ്റെ കളർ അനുസരിച്ചിട്ട് നല്ല ഫെയർ ആണെങ്കിൽ A35 ഈസ് ഗുഡ്. അല്ലെങ്കിൽ ഇച്ചിരി കൂടെ ഡിഫറൻസ് ഒരു 36, 38 അങ്ങനെയുള്ള നമ്പേഴ്സിലേക്ക് പോകാൻ നോക്കണം, അതായത് സ്കിൻ കളറിനനുസരിച്ചിട്ട്. അപ്പോൾ ഇത് ഇങ്ങനത്തെ ഒരു ഉപയോഗിച്ച് ഈ അവസ്ഥയാണ്. ഇതിൽ നിന്നും എടുത്തിട്ട് നമ്മുടെ എവിടെയൊക്കെയാണോ നമുക്ക് സ്പോട്ട് അല്ലെങ്കിൽ നിറം വ്യത്യാസം കുറച്ച് ഈവൻ അല്ലാത്ത, അതായത് നമ്മുടെ മുഖത്തിൻ്റെ കളറിൽ നിന്നും ജനറലി വെളുത്തിരിക്കുന്ന ഒരാളിനാണെങ്കിലും നിറം കുറഞ്ഞ ഒരാളിനാണെങ്കിലും ആർക്കാണെങ്കിലും ഒരേപോലത്തെ കളറായിരിക്കണം സ്കിൻ കംപ്ലീറ്റ് ഫേസിൽ. അല്ലാതെ വരുമ്പോൾ എവിടെയൊക്കെയാണോ കളർ കുറവ് ആ ഭാഗത്ത് അല്ലെങ്കിൽ കളർ ഡിഫറൻസ് ഉള്ളത് അത് ഒന്ന് ഈവൻ ആക്കാൻ, ഒരുപോലെ ആക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ കൺസീലർ ഇട്ടിട്ടാണ് ഞാനത് കവർ ചെയ്യുന്നത്. എനിക്ക് നെറ്റിയുടെ ഭാഗത്ത് ഞാൻ പറഞ്ഞല്ലോ കുറച്ച് കൺസീലറിൻ്റെ ആവശ്യമുണ്ട്, അപ്പോൾ അവിടെ ഇടും. എനിക്ക് ഇത്രയും ഭാഗം മാത്രമേ പ്രോബ്ലം ഉള്ളൂ. അപ്പോൾ ആ പ്രോബ്ലം ഉള്ള ഭാഗത്താണ് ഞാനിങ്ങനെ ഇതിടുന്നത്. ഏതാണ് കൺസീലർ. സാധാരണഗതിയിൽ ഞാൻ നോർമൽ പെട്ടെന്നുള്ള ഒരു മേക്കപ്പ് അല്ലെങ്കിൽ പെട്ടെന്ന് ഫാസ്റ്റായിട്ട് പുറത്തേക്കൊക്കെ പോകാനായിട്ട് നോക്കുമ്പോൾ അല്ലെങ്കിൽ ചെറിയ ഷൂട്ട്സ്, നമ്മുടെ സാധാരണ എല്ലാം ബ്ലോഗ്സിൻ്റെ ഒരു സിമ്പിൾ ഷൂട്ടിനൊക്കെ ആണെങ്കിൽ ഞാൻ ഇത്രയൊക്കെ ചെയ്യാറുള്ളൂ. ഇതാണ് ഞാൻ ഉപയോഗിക്കുന്ന കോമ്പാക്റ്റ്, മാക്കിൻ്റെ തന്നെ സ്റ്റുഡിയോ ഫിക്സ് എന്ന് പറയുന്ന. അതിൽ എൻ്റെ നമ്പർ 41 NC41 ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്. NC41. അപ്പോൾ എല്ലാവർക്കും ഒരേ കളറായിരിക്കണം എന്നില്ല. കളറിൻ്റെ നമ്മുടെ സ്കിൻ കളറിനനുസരിച്ച് 42 വേണമെന്നുള്ളവരുണ്ടാവും, 36, 38 അത് നോക്കിയിട്ട് ചെയ്യണം. ഓക്കെ, ഇതെനിക്ക് കറക്റ്റ് കളറാണ് വരുന്നത്, അതാണ് ഒരു കാര്യം. അപ്പോൾ സാധാരണഗതിയിൽ ഞാൻ നോർമലായിട്ടുള്ള എല്ലാ ബ്ലോഗ്സിൻ്റെ ഷൂട്ടിൽ ഇത് മാത്രം ഒന്ന് ടച്ച് ചെയ്തിട്ട് പോകും. ഇത്രയും പോർഷനിൽ മാത്രമേ ചെയ്യുള്ളൂ, ഫുൾ ഫേസിലൊന്നും ഞാൻ കോമ്പാക്റ്റ് ഇടാറില്ല. പിന്നെ ഞാൻ ഇതിൻ്റെ മേളിൽ ഒരു അല്പം ഫൗണ്ടേഷൻ, ഇത് NC42 ആണ് യൂസ് ചെയ്യുന്നത്. ഇത് ലിക്വിഡ് ഫൗണ്ടേഷനാണ്, മാക്കിൻ്റെ തന്നെയാണ് ലിക്വിഡ് ഫൗണ്ടേഷൻ. ഇതുമൊക്കെ തീരാറായിരിക്കുകയാണ്. കുറച്ചേ എടുക്കുള്ളൂ, ഞാൻ ഒരുപാട് ഫൗണ്ടേഷൻ ഇടില്ല, വളരെ വളരെ കുറച്ച്. ഒരുപാടായാലും ഭയങ്കര ബോറായിരിക്കും, ഭയങ്കര മേക്കപ്പ് ചെയ്ത പോലെ തോന്നും. ജസ്റ്റ് ഒന്ന് സ്പോട്ട് ചെയ്തിട്ട് ഇതെല്ലാം വേണമെങ്കിൽ ബ്രഷ് കൊണ്ടും അല്ലാതെയൊക്കെ ഇങ്ങനെ തേച്ച് ബ്ലെൻഡ് ചെയ്യാനുള്ള ബ്ലെൻഡറൊക്കെ കൊണ്ടുവന്ന് ചെയ്യാം. പക്ഷേ ഞാനെപ്പോഴും സ്പോഞ്ച് അങ്ങനെ ഒന്നും യൂസ് ചെയ്യാറില്ല. കൂടുതലും എൻ്റെ ഫിംഗേഴ്സ് തന്നെയാണ് എൻ്റെ പ്രധാന കാര്യം. ഇട്ട് കഴിഞ്ഞു. അപ്പോൾ ഇത് ശരിക്കും കഴുത്തിനും കൂടി ഇടണം, ഇത്രയും ഭാഗത്ത് ഇടണം, അല്ലെങ്കിൽ ഈ കളറും തമ്മിൽ ഭയങ്കരമായ ഒരു വ്യത്യാസം ഉണ്ടാകും. ഓക്കെ, ഇനി ഇതൊരല്പം സമയം വെയിറ്റ് ചെയ്യുക, ഒരു 2-3 മിനിറ്റ് ഒന്ന് സെറ്റ് ആകാനായിട്ട്. ഓക്കെ, ഇപ്പോൾ ഏതാണ്ട് സെറ്റായി. ഓക്കെ, കാണുന്നുണ്ടല്ലോ. ഈ സമയം നമ്മൾ വെറുതെ കളയണമെന്നില്ല. നമ്മൾ ഈ സമയത്തെല്ലാം നമുക്ക് ഒരു ലിപ്സിൽ മോയ്സ്ചറൈസർ, ഇത് ഒരു ബാം, ഇത് നിവിയയുടെയാണ്. ഓക്കെ, നിവിയയുടെ ഇത് എപ്പോഴും ഇത് വാട്ടർമെലൺ ഷെയ്ഡാണ്, പിന്നെ വാട്ടർമെലൺ ഫ്ലേവറാണ്, അല്ലെങ്കിൽ സ്ട്രോബെറി, എന്താണെങ്കിലും നല്ലതാണ്. നിവിയയുടെ ഈ ഒരു ബാം നല്ലതാണ്. അതൊരു ലിപ്സിനെ ഒന്ന് മോയ്സ്ചറൈസ് ചെയ്യും. എപ്പോഴും ഞാൻ ലിപ്സ്റ്റിക് ഇടുമ്പോൾ ഇതിട്ടിട്ടേ ഇടാറുള്ളൂ, എല്ലാം പ്രൊട്ടക്ഷനാണ്. അപ്പോൾ അതവിടെ ഇങ്ങനെ കിടക്കട്ടെ. അപ്പോൾ ഇത് സെറ്റായിട്ടുണ്ട് കേട്ടോ, ഈ ലിക്വിഡ് ഫൗണ്ടേഷൻ എല്ലാം സെറ്റായി കഴിഞ്ഞു. ഇനി ഞാൻ ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞാൽ കോമ്പാക്റ്റ് സാധാരണയാണെങ്കിൽ ഞാൻ ജസ്റ്റ് കോമ്പാക്റ്റ് മാത്രമേ ഉപയോഗിക്കുള്ളൂ, ലിക്വിഡ് ഫൗണ്ടേഷൻ ഒന്നും ഇടാറില്ല. അതും കോമ്പാക്റ്റ് എല്ലാ ഭാഗത്തും ഇല്ല, ചില ഭാഗത്ത് മാത്രം. ഇതിപ്പോൾ എല്ലാ ഭാഗത്തേക്കും ഒന്ന് ടെസ്റ്റ് ചെയ്യണം. NC41.
ഇത് പൗഡർ കൂടാൻ പാടില്ല. ഇത് കോമ്പാക്റ്റ് ഒരു പൊടിയാണ്, പൗഡർ പോലെയാണ്. കറക്റ്റായിട്ട് ഇടുക. ഒരുപാട് ഇട്ടാൽ ഭയങ്കര മേക്കപ്പ് ചെയ്ത പോലെ തോന്നും. എന്നിട്ട് ഈ കഴുത്തിൻ്റെ ഭാഗത്ത് നമ്മൾ ഓൾറെഡി ഇപ്പോൾ മുഖത്തിട്ട എല്ലാ കാര്യങ്ങളും ഇട്ട് കഴിയണം. എന്നിട്ട് അതിൻ്റെ മുകളിൽ കൂടി ഇങ്ങനെ ചെയ്യാം. ഞാൻ പക്ഷേ ചിലപ്പോൾ അങ്ങനെ ചെയ്യാറില്ല. അപ്പോൾ വെറുതെ കോമ്പാക്റ്റ് മാത്രം ഇങ്ങനെ ജസ്റ്റ് ഒന്ന് പുരട്ടിയിട്ട് പോകും. എൻ്റെ പരിപാടി അതാ. കാണുന്നുണ്ടല്ലോ, വളരെ കുറച്ചേ ഇടുള്ളൂ. വെരി ലിറ്റിൽ, ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ഒപ്പിയിട്ട് ഇങ്ങനെ ചെയ്യും. അങ്ങനെ കോമ്പാക്റ്റ് ഇട്ടു. അപ്പോൾ എല്ലാം ക്ലീൻ. ഇനിയാണ് കണ്ണെഴുതുക. കണ്ണിനെ വലുതാക്കി എടുക്കുക. എൻ്റെ കണ്ണ് ചെറിയ കണ്ണാണ്, എനിക്ക് കണ്ണിനെ വലുതാക്കേണ്ട ആവശ്യമുണ്ട്. അത് കാരണം ഞാനിങ്ങനെ ലാക്മിയുടെ ബ്ലാക്ക് ഇമ്പാക്റ്റ് ലൈനറാണ് ഞാൻ എപ്പോഴും ഉപയോഗിക്കുന്നത്. ലാക്മിയുടെ കുഴപ്പമില്ല, നല്ല ലിക്വിഡ്. മസ്കാര. അപ്പോൾ ഐലാഷസൊക്കെ ഒന്ന് വിടർന്നിരിക്കും. ഓക്കെ, കണ്ണിൻ്റെ ഒരു അല്പം കാണുമല്ലോ ഇങ്ങനെ വരുന്നത്. അപ്പോൾ ഞാനിതിൽ ഉപയോഗിക്കുന്നത് മസ്കാരയായിട്ട് ഉപയോഗിക്കുന്ന ലാക്മിയുടെ തന്നെ ഐക്കോണിക്കാണ്. പിന്നെ ഒരുപാട് പ്രോഡക്റ്റ്സ് ഒന്നും ഉപയോഗിക്കാറില്ല. ഞാൻ ഏതെങ്കിലും ഒരു കാര്യം ട്രസ്റ്റ് ചെയ്താൽ അതാണ് ഏറ്റവും കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. ഇനി എന്താ വേണ്ടതെന്ന് വെച്ചാൽ, ഇനി നമുക്ക് ലിപ്സ്റ്റിക്ക്. ഇത് എന്നോട് ഒരുപാട് പേര് ചോദിക്കുന്നതാണ്. ഇത് മാക്കിൻ്റെയാണ് ഞാൻ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. റെട്രോ സാറ്റിൻ, മാക്കിൻ്റെ 820 എന്നുള്ള നമ്പറാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. 820 കുറച്ചെടുക്കും. ഇത് അത്യാവശ്യം ലിപ്പിൻ്റെ കളറുമായിട്ട് നല്ല യോജിച്ച് പോകും. നമ്മളിങ്ങനെ ഭയങ്കരമായിട്ട് ലിപ്സ്റ്റിക് ഇട്ടൊന്നും തോന്നില്ല. ശരിക്കും പറഞ്ഞാൽ മേക്കപ്പ് ഫുള്ളായി. പിന്നെ എക്സ്ട്രാ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഒരു സാറ്റിൻ ലിപ്സ്റ്റിക്ക് മാക്കിൻ്റെ വേറൊരെണ്ണമുണ്ട്. അതായത് അതൊരു പിങ്ക് നോവിയ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. പിങ്ക് 818. അതാണെങ്കിൽ ഒരു പിങ്ക് ഷെയ്ഡാണ്. അത് ഞാൻ കൂടുതൽ ലിപ്സിലല്ല യൂസ് ചെയ്യുന്നത്. മോസ്റ്റ്ലി നമുക്ക് ഈ സൈഡിലെ 2 സൈഡിലും ബ്ലഷ് പോലെ ഉപയോഗിക്കാം. അതിലൊന്ന് കുറച്ച് പിങ്ക് അല്ലേ, അതെടുത്തിട്ട് പിന്നെ ഇതിൻ്റെ മുകളിൽ നമുക്ക് ചെറുതായിട്ടൊരു ഷൈനിങ് കിട്ടണം എന്നുണ്ടെങ്കിൽ, നല്ല ഫേസൊക്കെ ഒന്ന് ചെറുതായിട്ട് തിളങ്ങണം എന്നുണ്ടെങ്കിൽ, ഒരു ഫിനിഷിങ്ങിന് വേണമെങ്കിൽ ഒരു ചെറിയൊരു കാര്യം കൂടി തേക്കാം. അതായത് മിനറലൈസ് സ്കിൻ ഫിനിഷ് എന്ന് പറഞ്ഞിട്ട് മാക്കിൻ്റെ തന്നെ ഒരു പ്രോഡക്റ്റ് ഉണ്ട്. ഇത് ഇച്ചിരി ഒരു ഷൈനിങ് മെറ്റീരിയലാണ്, പൊടി ഷൈനായിട്ടിരിക്കും. അതിൽ നിന്നും ഒരല്പം ജസ്റ്റ് ഒന്ന് എടുത്തിട്ട് ഇങ്ങനത്തെ ഒരു ബ്രഷ് ഇങ്ങനെ സൈഡിൽ, ഇതിങ്ങനെ വളഞ്ഞിരിക്കുന്നൊരു ബ്രഷാണ്. അതാകുമ്പോൾ നമുക്കിങ്ങനെ, ഇതൊക്കെ ഇത്രയും മേക്കപ്പ് ഒന്നും ഞാൻ സാധാരണ ചെയ്യാറില്ല. ഇത് ജസ്റ്റ് ബിക്കോസ് ഐ വാസ് ഗോയിങ് സംവെയർ ആസ് എ ഗസ്റ്റ്. പിന്നെ മൂക്കിൽ വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ആക്കാം. ചിന്നിൻ്റെ അവിടെ വെച്ചിട്ട് കൊടുക്കാം, ഇവിടെ ഒന്ന്. അപ്പോൾ നല്ല തിളക്കമായിരിക്കും, ഭയങ്കര ഫിനിഷിങ് ആയിരിക്കും. കാണുന്നുണ്ടല്ലോ, നല്ല ഫിനിഷിങ് ആയി. ഓ, ഫുൾ ഫിനിഷിങ്. മേക്കപ്പ് ഈസ് ഓവർ. എത്രയേ ഉള്ളൂ, സിമ്പിൾ. ഇത് ഈ അവസാനം ചെയ്ത 2 കാര്യം നിർബന്ധമായിട്ട് ചെയ്യണമെന്നൊന്നുമില്ല. പക്ഷേ ഇത് എളുപ്പപ്പണിയാണ് ഞാൻ കാണിക്കുന്നത്. ചെയ്താലൊരു ഭയങ്കര ഫിനിഷിങ് കിട്ടും. ഇനി ഒരു പൊട്ട് വയ്ക്കും, അത്രേ ഉള്ളൂ, സിമ്പിളായിട്ട്. ഇപ്രാവശ്യം ഞാനൊരു ഗോപി പൊട്ടാണ് വെച്ചിരുന്നത്, പതിവിൽ നിന്നും വ്യത്യസ്തമായിട്ട്. ഞാൻ സാധാരണയായിട്ട് കുറച്ച് ഇറക്കിയാണ് പൊട്ട് വയ്ക്കുന്നത്, കയറ്റിയല്ല. 2 ഐബ്രോസിൻ്റെ ഇടയ്ക്ക് വരുന്ന രീതിയിലാണ് പൊട്ട് വയ്ക്കുന്നത്. അങ്ങനെ ഇതായിരുന്നു എൻ്റെ ഓണം സീരീസിൻ്റെ തൃശ്ശൂർ പോയ സമയത്തുള്ള മേക്കപ്പ്. ഒരു കണ്ണാടി, ഇതെല്ലാം കഴിയുമ്പോൾ നമ്മുടെ കണ്ണാടിയെ എടുത്ത് വയ്ക്കും. അതാണ്. ഓക്കെ, അപ്പോൾ ഇനി ഫിനിഷിങ് ആയല്ലോ, ഇനി കുഴപ്പമില്ല. ഇനി തലമുടിയെല്ലാം അയച്ചിടാം. ഓക്കെ, മുടിയെല്ലാം അയച്ചിട്ട് ഒരു കുളിപ്പിന്നൽ പോലെ ഇങ്ങനെ ജസ്റ്റ് മുടി എടുത്തിട്ട് ഒന്ന് ക്ലിപ്പ് ചെയ്യും. എന്നിട്ട് എൻ്റെ കണ്ണാടിയും വയ്ക്കും. മൈ ഗ്ലാസ്. ഓക്കെ, മേക്കപ്പ് ഫുള്ളായി. ഇനി കമ്മല, മാല, സെറ്റ് സാരി, സെറ്റ് മുണ്ടും. ഇതാണ് എൻ്റെ ഓണം സീരീസിലെ എൻ്റെ മേക്കപ്പ് ആൻഡ് ഡ്രസ്സിങ്. അപ്പോൾ അതേ സെറ്റ് മുണ്ടും ഒക്കെ കൊടുത്ത് എത്തിയിട്ടുണ്ട്. ഇനി ഒരു മാല, കമ്മൽ. ഒരു ചോക്കർ ടൈപ്പാണ് ഇട്ടിരിക്കുന്നത്. ഓക്കെ, പിന്നെന്താ, ജിമിക്ക് എൻ്റെ ഫേവററ്റാണ്. അതാണ് എൻ്റെ വേഷം. എപ്പോഴും ട്രഡീഷണലിനും അല്ലാതെയും സാരിയുടെ കൂടെ എല്ലാം എനിക്കിടാൻ ഇഷ്ടമാണ്, പല ടൈപ്പ് ഓഫ് ജിമിക്കീസ്. അപ്പോൾ നമ്മുടെ ഓണം സീരീസിന് വേണ്ടിയിട്ടുള്ള ആ ഒരു ഒരുക്കം
കഴിഞ്ഞിരിക്കുക. അപ്പോൾ ഈ സെറ്റ് മുണ്ടും എല്ലാം തന്നെ ഞാൻ ബാലരാമപുരത്തു നിന്നാണ് വാങ്ങിയത്. അത് വാങ്ങിച്ചതിൻ്റെ ഷോപ്പിംഗ് വീഡിയോ നമ്മുടെ ഒരു വ്ളോഗായിട്ട് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ. കുറേ പേരെങ്കിലും കണ്ടു കാണും. കാണാത്തവർക്ക് കാണണമെന്നുണ്ടെങ്കിൽ ഒന്ന് സെർച്ച് ചെയ്താൽ മതി പ്ലേലിസ്റ്റിൽ. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ പരിപാടി. ഇങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഈ മാല സ്ഥിരമായി കിടക്കുന്നതാണ്. ഇതൊരു ബുദ്ധിസ്റ്റ് പ്രയർ വീലാണിത്. അപ്പോൾ നമുക്ക് ദോഷങ്ങളൊന്നും വരില്ല എന്നാണ് ബുദ്ധിസ്റ്റുകൾ വിശ്വസിക്കുന്നത്. ഞാൻ സിക്കിമിൽ നിന്ന് വാങ്ങിയതാണ്. അതുകൊണ്ട് എപ്പോഴും അതിങ്ങനെ കഴുത്തിലിടും. അതല്ലേ. ഓക്കെ. പിന്നെ കയ്യിൽ ഇങ്ങനെ വള മാറുന്നില്ല ഇപ്പോൾ. എപ്പോഴും ആ റെഡ് വള തന്നെയാണ് കിടക്കുന്നത്. എന്നോട് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഇത് മറ്റൊരു സ്വസ്തിക്കിൻ്റെ ഒരു ഡിസൈനുള്ളതാണ്. ഇതും യാത്രയുടെ ഭാഗമായിട്ട് ഗുജറാത്തിൽ നിന്നൊക്കെ വാങ്ങിയതാണ്. അത് ഞാൻ എപ്പോഴും ഇങ്ങനെ കയ്യിൽ വെയർ ചെയ്തേക്കും. അതൊക്കെ നല്ല കാര്യങ്ങളാണ്. എന്താ പറയുക, ഒരു പോസിറ്റീവ് എനർജി കിട്ടുന്ന കാര്യങ്ങളായിട്ട് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഈ സെറ്റ് മുണ്ടും കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഫുള്ളായിട്ട് ഞാനൊന്ന് കാണിച്ചു തരാം. അപ്പോൾ എൻ്റെ ഈ നേരിയതിനൊക്കെ ഭയങ്കര നീളമാണ്. ഏതാണ്ട് താഴെ കാലിൻ്റെ അറ്റം വരെ നീളം കിട്ടും. ഈ ബാലരാമപുരത്തു നിന്ന് വാങ്ങുന്ന ഈ നേരിയതും മുണ്ടിലും എല്ലാം നേരിയതിനും ഭയങ്കര നീളമാണ്. അതിശയം തോന്നുമായിരിക്കും, പക്ഷേ അതങ്ങനെയാണ്. എനിക്ക് ഇത്ര നീളം ആവശ്യമില്ല, എങ്കിലും അങ്ങനെയാണ് കിട്ടുന്നത്. ഓക്കെ. അപ്പോൾ ഫുള്ളായിട്ട് കാണണ്ടേ? അപ്പോൾ ഇതാണ് എൻ്റെ ഒരുക്കത്തിൻ്റെ ഒരു പാറ്റേൺ. അതായത് നന്നായിട്ട് മേക്കപ്പ് ചെയ്യുന്നൊരു ദിവസം ഇങ്ങനെയാണ് ചെയ്യുന്നത്. പ്രത്യേകിച്ച് പറഞ്ഞാൽ ഓണം സീരീസിന് വേണ്ടിയിട്ട് ഞാൻ തൃശ്ശൂർ പോയില്ലേ, ആ ഒരു അംബിസ്വാമിയുടെ അവിടെ പോയപ്പോൾ ഉണ്ടായിരുന്ന ഒരു ഡ്രസ്സിങ് പാറ്റേൺ ഇതായിരുന്നു. അപ്പോൾ ഇങ്ങനെയാണ് ചെയ്യുന്നത്. അല്ല, സാധാരണ ദിവസങ്ങളിലൊന്നും ഇത്രയും മേക്കപ്പൊന്നും ഞാൻ ഇടാറില്ല. ജസ്റ്റ് ഹെലൻ ബ്ലോഗ്സിൻ്റെ ഷൂട്ടിനൊക്കെ പേരിന് വേണ്ടി ഒരു കൺസീലറും ഒരല്പം ആ ഉള്ള ഭാഗം മാത്രം കൺസീൽ ചെയ്തിട്ട് അവിടെ ജസ്റ്റ് ഒന്ന് കോമ്പാക്റ്റ് ഒന്ന് പ്രസ് ചെയ്യും, അത്രേ ഉള്ളൂ. ഇത്രയും കാര്യമായിട്ടൊന്നും കണ്ടുപോലും എഴുതാറില്ല. അപ്പോൾ ഇതാണ് നമ്മളുടെ മേക്കപ്പ്, ഓണം സീരീസ് മേക്കപ്പ്. ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതാണ് എൻ്റെ ഓണം സീരീസിലെ മേക്കപ്പ്. അപ്പോൾ നിങ്ങളുമായിട്ട് ഞാനത് ഷെയർ ചെയ്തിരിക്കുകയാണ്. ഇത്ര നേരം ക്ഷമയോട് കൂടി കണ്ടിരുന്നതിന് താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് കീപ്പ് ഓൺ വാച്ചിങ് ലക്ഷ്മി നായർ വ്ളോഗ്സ്.